നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നാളെ സമരമില്ല. KSRTC ജീവനക്കാരുടെ ശമ്പള പെൻഷൻ വിതരണത്തിൽ തീരുമാനം. പെൻഷനും ക്ഷാമബത്തയും ഒരാഴ്ചക്കകം കൊടുത്തു തീർക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. ഉറപ്പിനെ തുടർന്ന് നാളെ നടത്താനിരുന്ന സൂചനാ പണിമുടക്ക് പിൻവലിച്ച് തൊഴിലാളി സംഘടനകൾ. വായ്പ ലഭിക്കുന്ന പക്ഷം ശമ്പളം ഏറ്റവും അടുത്ത ദിവസം തന്നെ നൽകും. ശമ്പള കുടിശ്ശിക പരിഹരിക്കാൻ KSRTC ബാങ്കുകളോട് ആവശ്യപ്പെട്ടത് 150 കോടി. വരുമാനം വർദ്ധിപ്പിക്കാൻ തൊഴിലാളികളുടെ സഹകരണത്തോടെ പുതിയ പദ്ധതികൾക്കും ആലോചന. തർക്കം ക്ലൈമാക്സിലേക്ക്. തിയേറ്റർ വിഹിതം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച സംസ്ഥാനത്തെ സിനിമാ പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുന്നു. പുതിയ സിനിമകൾ റിലീസ് ചെയ്യാത്ത സാഹചര്യത്തിൽ 350ഓളം തിയേറ്ററുകൾ അടച്ചിടുമെന്ന് സൂചന. പ്രതിസന്ധിയിൽ പരിഹാരം കാണാൻ A ക്ലാസ് തിയേറ്റർ ഉടമകളുടെ നിർണായക യോഗം 10-ന്. എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ ഏകാധിപത്യ നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും. സിനിമാ തർക്കത്തിൽ പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ 2 ആഴ്ചക്കിടെ സംസ്ഥാനത്തിനുണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. പരിശോധനയിലെ പാളിച്ച. വിജിലൻസ് അന്വേഷണത്തിലെ ഇരട്ടത്താപ്പിൽ ജേക്കബ് തോമസിനെ കുടഞ്ഞ് കോടതി. മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരായ അന്വേഷണം എന്തുകൊണ്ട് വൈകിപ്പിച്ചു? തോട്ടണ്ടി ഇറക്കുമതിയിലെ ക്രമക്കേടിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് പരാതി കോടതിയിലെത്തിയ ശേഷം എന്നും വിമർശനം. മുൻ മന്ത്രി EP ജയരാജനും ADGP ശ്രീലേഖയ്ക്കുമെതിരായ കേസുകളിൽ അന്വേഷണം വൈകിപ്പിച്ചതിലും അതൃപ്തി. വിജിലൻസ് ഡയറക്ടറുടെ നടപടികളിൽ കോടതി വിമർശനം ഉന്നയിച്ചത് കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ. പരാമർശത്തെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ച് വിജിലൻസ് മേധാവി. അതിനിടെ വിജിലൻസ് ഡയറക്ടർ സർക്കാരിന്റെ താളത്തിനൊത്ത് തുള്ളുന്നു എന്ന് പ്രതിപക്ഷ നേതാവ്. CPM മന്ത്രിമാർക്ക് നേരെയുള്ള പരാതി ദീർഘകാലം പരിഗണിക്കാതെ നീട്ടിവെച്ചു. UDFകാർക്കെതിരെ കേസെടുക്കാൻ മാത്രമേ അദ്ദേഹത്തിന് ആവേശമുള്ളൂ എന്നും പ്രതിപക്ഷ നേതാവ്. കൈകൊടുക്കാതെ കക്ഷികൾ. കോൺഗ്രസിലെ ഗ്രൂപ്പ് യുദ്ധം മുന്നണിയെ ശിഥിലമാക്കിയെന്ന കടുത്ത വിമർശനവുമായി UDF നേതൃയോഗം. ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് മുസ്ലിം ലീഗ്. സമരം ചെയ്യാൻ നേതാക്കൾക്കിടയിൽ യോജിപ്പ് വേണമെന്നും വിമർശനം. കോൺഗ്രസിലെ അനൈക്യം UDFനെ ശിഥിലമാക്കിയെന്ന് JDU. അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള UDF സമര പ്രഖ്യാപന കൺവെൻഷൻ അടുത്ത മാസം നടക്കുമെന്ന് രമേശ് ചെന്നിത്തല. തോട്ടണ്ടി ഇറക്കുമതിയിലെ അഴിമതി ആരോപണത്തിൽ LDF നിലപാട് വ്യക്തമാക്കണം. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് പോലീസ് രാജ് എന്നും വിമർശനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2645 രൂപ, പവൻ 21,160 രൂപ, വെള്ളി ഗ്രാമിന് 44 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം കാണാം. നമസ്കാരം.